വരുന്നുണ്ട്. അപ്പോൾ FCR അന്വേഷണം നിങ്ങൾക്ക് വിജിലൻസ് ക്ലീൻ ചിറ്റ് തന്നു, നിങ്ങൾക്ക് അതിനകത്ത് റോളൊന്നുമില്ല എന്നൊക്കെ അവർ ക്ലീൻ ചിറ്റ് വരികയും ചെയ്തു. അതിനുശേഷം CBIയിലേക്ക് പോയി നിങ്ങളെ കൂട്ടാൻ പറ്റുമെന്ന് ആളുകൾ ആലോചിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ 2018 ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് കേരളത്തിൽ ഒരു നിയോജകമണ്ഡലത്തിലും ചെയ്യാത്ത തരത്തിൽ വീടുകളുടെ നിർമ്മാണം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് നിയമസഭയിൽ അന്നത്തെ സർക്കാരിനെതിരായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. അപ്പോൾ അന്ന് രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷം UDF യോഗം ചേർന്നിട്ട് എന്നെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. അന്ന് ഞാൻ ആ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് വലിയ പ്രിവിലേജ് അല്ലേ, ഒരു നിയമസഭയിൽ നമുക്ക് റോൾ കിട്ടുന്നു. അന്ന് എനിക്കെതിരായിട്ട് ഈ അഴിമതി ആരോപണം കൊണ്ടുവന്നു. അപ്പം ഞാൻ ശ്രീ പിണറായി വിജയനോട് പറഞ്ഞു, അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു വാചകം പറഞ്ഞില്ല, മുഖ്യമന്ത്രി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് വിജിലൻസിനെ കൊണ്ടൊരു അന്വേഷണം നടത്തിക്കണം. അപ്പോൾ വിജിലൻസ് നല്ലൊരു റിപ്പോർട്ട് വരും, എങ്ങനെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നടത്തേണ്ടതെന്ന് പറഞ്ഞു. ഞാനാണ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഇടയിൽ ഇവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി എനിക്കൊരു നോട്ടീസ് പോലും അയക്കാതെ തള്ളി കൊട്ടയിലിട്ടു. ഇവർ ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ച് വളരെ രൂക്ഷമായ വിമർശനം നടത്തിയിട്ട് ഇതെടുത്ത് കൊട്ടയിലിട്ട് 2 3 ഇവർ വിജിലൻസിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി. ഞാൻ പറഞ്ഞതുപോലെ നല്ല റിപ്പോർട്ട്, അതിമനോഹരമായ ഒരു റിപ്പോർട്ട് എഴുതിയിട്ട് വിജിലൻസ് കൊടുത്തു. ഡ്രോപ്പ് ചെയ്തു കേസ്. ഹോം സെക്രട്ടറി കൊണ്ടുപോയി മുഖ്യമന്ത്രിയെ കാണിച്ച് റിപ്പോർട്ട് കാണിച്ചു. മുഖ്യമന്ത്രി അത് ഡ്രോപ്പ് ചെയ്യാനുള്ളതാണ്, കാരണം ഒന്നുമില്ല, ഒരു കുറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രോപ്പ് ചെയ്ത്. അപ്പം 3ാമത്തെ സംഭവം. 4ാമത് വീണ്ടും ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വീണ്ടും ആരോ ഇതേ സംബന്ധിച്ച് പരാതി കൊടുത്ത് അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ഇത് കറപ്ഷൻ ഉണ്ടെന്നാണ്. അപ്പോൾ ഒരു വിജിലൻസ് ഡയറക്ടർ ഹോം ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തു, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഇതിൻ്റെ അകത്തില്ല, ഒരു തരത്തിലുള്ള കറപ്ഷനും നടന്നിട്ടില്ല, ഒരു ഫണ്ടും ആവശ്യമില്ലാതെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2ാമത് പറഞ്ഞു മറ്റേ FCRI ആക്ടിൻ്റെ വയലേഷൻ ഉണ്ടെന്ന് നോക്കണം. 2ാമത്തെ വിജിലൻസ് ഡയറക്ടർ ഞാനല്ലല്ലോ ഭരിക്കുന്നത്, ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ. 2ാമത്തെ വിജിലൻസ് ഡയറക്ടർ FCRIയുടെ ഒരു വയലേഷൻ നടന്നിട്ടില്ല, എല്ലാം ഭംഗിയായിട്ടും കൃത്യമായിട്ട് ചെയ്തേക്കണമെന്ന് കൊടുത്ത് ക്ലീൻ ചിറ്റ് കൊടുത്തു. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്നാണ് എൻ്റെ അറിവ്, ഒരു വാർത്ത കൊടുത്ത് CBI അന്വേഷണത്തിന് ഇത് വിടുമെന്ന്. അപ്പം ഞാൻ ചിരിച്ചു. ഞങ്ങളുടെ വൈത്തിരിയിലെ ക്യാമ്പ്, പ്രധാനപ്പെട്ട ക്യാമ്പ് നടക്കുന്ന ദിവസം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, CBIക്ക് വിട്ടോന്നു. എനിക്ക് തലചുറ്റലുണ്ടായില്ല, എന്നെ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടി വന്നില്ല, CBIക്ക് വിട്ടോളാൻ പറഞ്ഞു. CBIക്ക് വിട്ടോളാൻ പറഞ്ഞു. ഞാൻ CBI പോയിട്ട് വരട്ടെ, എനിക്കെന്താ, എനിക്കറിയാലോ ഇത് എവിടം വരെ പോകുന്നു. അപ്പോൾ വിട്ടില്ലല്ലോ. ഇനി അല്ല, വിടണമെങ്കിൽ നേരത്തെ ഞാൻ നേരിട്ട് ചോദിക്കട്ടെ, എനിക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ വിടാതിരിക്കോ? CBIക്കല്ല, വിജിലൻസ് തന്നെ കൈകാര്യം ചെയ്യില്ലേ? ശ്രമിക്കുമല്ല, കേസല്ലേ. എനിക്കെതിരായിട്ടൊരു വിജിലൻസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കേസല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.